ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റൈനാസ് ടൈം. സ്വീറ്റ്സ് പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ്. റസ്മലായി, ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ്. കുൽഫി ഐസ്ക്രീം, റസ്മലായി, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ മാമി നോർത്ത് ഇന്ത്യയിലാണ്, നല്ല അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും, മാമി എങ്ങനെ ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റസ്മലായിൻ്റെ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് ആ ഒരു റിയൽ ടേസ്റ്റിൽ റസ്മലായി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വാ, ഞാൻ 1.5 കപ്പ് മിൽക്ക് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 1:1 ടേബിൾ സ്പൂൺ റേഷ്യോയിൽ വാട്ടറും വിനെഗറും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടതിൻ്റെ ശേഷം ഈ വിനെഗറിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്താൽ മതി, ഓവർ മിക്സ് ചെയ്യരുത്, കാരണം അത് ഭയങ്കര തരിതരിയായി പോകും. ഒരു 1 മിനിറ്റിന് ശേഷം കുറച്ചും കൂടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 പാർട്ടായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ട ഇതുപോലെ കിട്ടണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു വൃത്തിയുള്ള ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ മേലെ ഒരു 2-3 തവണയായിട്ട് നോർമൽ വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ചൂടൊന്ന് മാറിക്കിട്ടാൻ, എപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് അതിലത്തെ വാട്ടറൊക്കെ ഡ്രെയിൻ ആവുള്ളൂ. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റസ്മലായിൻ്റെ റബ്ഡി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ വരുന്ന ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ പാട നമുക്കിങ്ങനെ സൈഡിലോട്ട് മാറ്റി മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഏകദേശം ഒരു 4 to 5 ടൈംസ് ഇതുപോലെ ചെയ്യട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ്സ് പാല് ബോയിൽ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ടുള്ള ക്രീമൊക്കെ ഒരു സ്പൂൺ കൊണ്ട് പാലിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഏകദേശം ഒരു അരമണിക്കൂർ പാലിൽ സോക്ക് ചെയ്ത് വെച്ച സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാനിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ ക്രീമൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച പിസ്ത ബദാം മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. കൂടുതൽ സ്വീറ്റ്നെസ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഷുഗർ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കെന്തായാലും ഇത് ഓക്കെയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെബഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറിയതിൻ്റെ ശേഷം ഏകദേശം ഒരു 1 അവർ ചില്ല് ചെയ്യാൻ വെക്കണം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് റസ്മലായി ബോൾസ് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഈ ഒരു സംഭവം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വാട്ടർ ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബോയിലായി വരുമ്പോൾ ഈ റസ്മലായി ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് 5 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് ബോയിൽ ചെയ്യണം.
അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടെ ബോയിൽ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പാനി വാട്ടർ പറ്റിപ്പോകും. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിലത്തെ ആ ഒരു വാട്ടറൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ റബഡിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ യമ്മി റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ രസമലായി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാഫ്രോണിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി പുറത്തുനിന്ന് രസ്മലായി മേടിച്ചിട്ട് വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട. അതിൻ്റെ പകുതി ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നെക്സ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.